ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ഇമെയിൽ എറ്റിക്വിറ്റിയുടെ ഭാഗമായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം, ചെയ്യരുത്, അതാണ് ഡു ഓർ ഡോൺസ് എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബി കൺസൈസ് ആൻഡ് ടു ദ പോയിന്റ്. ബി കൺസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്താണെങ്കിലും അല്ലെങ്കിൽ മെയിൽ ചെയ്യുന്നത് എന്താണെങ്കിലും ഒരുപാട് ലോങ് ആയിട്ട് മാറരുത്. നമുക്ക് വേണ്ടത് എന്താണോ അതിനെ മാത്രം വളരെ ക്രിസ്പായിട്ട് അല്ലെങ്കിൽ ബ്രീഫായിട്ട് വേണം അത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ബി കൺസൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ റൈറ്റ് ഇൻ എ പോസിറ്റീവ് ടോൺ. എപ്പോഴും നമ്മൾ മെയിൽ ചെയ്യുന്ന സമയത്ത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ മെയിലിൻ്റെ ടോൺ എങ്ങനെയാണെന്നുള്ള ടോൺ ഉദ്ദേശിക്കുന്നത് വളരെ നല്ല രീതിയിൽ വായിക്കുന്ന ആൾക്ക് കംഫർട്ടബിൾ ആവുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയിക്കോട്ടെ, ഒരാളെ നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടോ പറയുന്ന രീതിയിലാവരുത് ആ ഇമെയിലിലെ മെസ്സേജ് എന്നാണ് പറയുന്നത്. ഒരു പ്രൊഫഷണൽ ഇമെയിൽ എന്ന് പറയുമ്പം അതെല്ലാം കൃത്യമായിട്ട് പാലിക്കുന്ന ഒന്നായിരിക്കണം. എന്നാൽ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മിസ്റീഡ് ചെയ്യാനുള്ള ചാൻസുകളൊക്കെ ഒരുപാട് കുറയാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് അഡ്രസ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ് ടു അവോയ്ഡ് ഡിലേയ്സ്. എല്ലാ ക്വസ്റ്റ്യനും കൃത്യമായിട്ടുള്ള ഉത്തരങ്ങളായിരിക്കണം ആ മെയിലിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരു മെയിലിൻ്റെ റിപ്ലൈ എന്ന് പറയുമ്പം എന്തൊക്കെയായിരുന്നോ നമുക്ക് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് അതിനെല്ലാം കൃത്യമായിട്ടുള്ള ആൻസേഴ്സോട് കൂടി വേണം ഉത്തരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അതേപോലെ തന്നെ പരമാവധി ഡിലേ ആവുന്നത് നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതാണ് പറയുന്നത്. എത്ര പെട്ടെന്നാണോ അവർ തന്നിരിക്കുന്നത് അതേപോലെ തന്നെ മാക്സിമം സ്പീഡിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നാലാമത്തെ പോയിന്റിൽ പറയുന്നത് റൈറ്റ് അബൌട്ട് സിംഗിൾ സബ്ജക്റ്റ്. എപ്പോഴും ഒരു മെയിലിലെ മെസ്സേജ് എന്ന് പറയുന്നത് പരമാവധി ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ ആയിരിക്കണം. ഇനി ഒരു സെക്കൻഡ് മെസ്സേജ് വേറൊരു സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് മെസ്സേജും കൂടി ഇതിനോട് മിക്സ് ചെയ്ത് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു സമയത്ത് നമ്മൾ ഒരു മെസ്സേജ് കൺവേ ചെയ്യാം. ഒന്നിലധികം കാര്യങ്ങളായിരിക്കും വരുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാനും വായിക്കാതെ വിട്ട് കളയാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. യൂസ് പ്രോപ്പർ സ്പെല്ലിംഗ്, ഗ്രാമർ ആൻഡ് പങ്ക്ച്വേഷൻസ്. മെയിൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സ്പെല്ലിങ് ചെക്ക് ചെയ്യുക, അക്ഷരത്തെറ്റില്ലാതിരിക്കുക, കറക്റ്റ് ഗ്രാമർ യൂസ് ചെയ്യുക. എവിടേക്കാണോ ഫുൾ സ്റ്റോമും കോഡ്സും അതേപോലെ തന്നെ എക്സ്ക്ലമേഷനും അങ്ങനെ എന്തൊക്കെ നമുക്ക് പങ്ക്ച്വേഷൻസ് ഉണ്ടോ അതെല്ലാം എവിടേക്കാണ് ഏതൊക്കെ വാക്കുകളിൽ വരുമ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ആറാമത്തെ പോയിന്റിൽ പറയുന്നത് റീഡ് ദ ഇമെയിൽ മെസ്സേജ് ബിഫോർ സെൻഡ് ഇറ്റ്. നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾക്കുള്ള ഉത്തരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ആണല്ലോ കൺവേ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു സാധനം അടിച്ച് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം അത് നല്ലോണം വായിച്ച് അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തി, തെറ്റുകളില്ല എന്ന് ഉറപ്പുവരുത്തി എന്നിട്ട് വേണം അത് നമ്മൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ തന്നെ 1-2 വട്ടം വായിച്ച് തെറ്റുകൾ തിരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊവൈഡ് ഓൾ സപ്പോർട്ടിങ് ഇൻഫർമേഷൻസ്. ഇനി ആ ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ ആ എല്ലാ കാര്യങ്ങളും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റെസിപ്പിയന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം കൊടുക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. എട്ടാമത്തെ പോയിന്റിൽ പറയുന്നത് കീപ് ലാംഗ്വേജ് ജെൻഡർ ന്യൂട്രൽ. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക അതായത് ഹിം, ഹെർ, അവൾ, അവൻ, ആ വേർഡ് അങ്ങനെ ഒരു ജെൻഡർ ന്യൂട്രൽ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. യൂസ് ആക്റ്റീവ് ഇൻസ്റ്റഡ് ഓഫ് പാസീവ്. എപ്പോഴും മെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്റ്റീവ് വോയിസിലാണ് പരമാവധി പ്രസൻറ്റ് ചെയ്യേണ്ടത്. പാസീവ് വോയിസിനെക്കാട്ടിലും നമുക്ക് സാധ്യമാവുന്ന അവിടെ എല്ലാം ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യുക. ഇപ്പോൾ വി വിൽ പ്രോസസ് യുവർ ഓർഡർ ടുഡേ ഈസ് ബെറ്റർ ദാൻ യുവർ ഓർഡർ വിൽ ബി പ്രോസസ് ടുഡേ എന്നുള്ള, അതായത് നിങ്ങളുടെ ഓർഡർ ഇന്ന് തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യാം എന്ന് പറയുന്നതിനെ തന്നെയാണ് നമ്മൾ ഈ വേറൊരു രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ആക്റ്റീവ് വോയിസ് ആയിരിക്കണം നമ്മുടെ മെയിലിലെ മെസ്സേജിൽ ഉണ്ടാവേണ്ടത്. യുവർ ഓർഡർ വിൽ ബി പ്രോസസ്ഡ് ടുഡേ. ഇനി 10ാമത്തെ പോയിന്റിൽ പറയുന്നത് അവോയ്ഡ് യൂസിങ് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. ഈവൻ മോർ സോ ദാൻ ദ ഹൈ പ്രയോറിറ്റി ഓപ്ഷൻ യു മസ്റ്റ് അറ്റ് ഓൾ ടൈം. ട്രൈ ടു അവോയ്ഡ് ദീസ് types of words in email or subject line even if matter requires urgent action. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം സെൻഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മറുപടി കിട്ടുന്നതൊക്കെ ആയിരിക്കാം, എങ്കിലും ഇങ്ങനൊരു വേർഡ്സ് അവിടെ യൂസ് ചെയ്യുന്ന പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് പറയുന്നത്. യൂസ് പ്രോപ്പർ സ്ട്രക്ചർ ആൻഡ് ലേ ഔട്ട്. കൃത്യമായിട്ട് നമ്മുടെ മെയിലിന് ഒരു ഫോർമാറ്റ് ഉണ്ടായിരിക്കണം, ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, ഒരു ഘടന അതിനുണ്ടായിരിക്കണം. തോന്നുന്ന കാര്യങ്ങൾ
തോന്നുന്ന പോലെ എഴുതുകയല്ല, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ഓർഡറിലായിരിക്കണം, ഒരു സ്ട്രക്ചറായിട്ടായിരിക്കണം നമ്മളത് പ്രിപ്പയർ ചെയ്യേണ്ടത്. എവിടെയൊക്കെയാണ് ഷോർട്ട് പാരഗ്രാഫ് വെക്കേണ്ടത്, ബ്ലാങ്ക് ലൈൻസ് ഓരോ പാരഗ്രാഫിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കണം. ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്പർ ചെയ്തിട്ട് വേണം പോയിന്റുകൾ മാർക്ക് ചെയ്യാൻ. ഓരോ പോയിന്റിനും നമുക്ക് സെപ്പറേറ്റ് ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ശ്രദ്ധിക്കാം. 12ാമത്തെ പോയിന്റിൽ പറയുന്നത് കീപ്പ് ഫ്ലെയിമിംഗ് അണ്ടർ കൺട്രോൾ. ഇനി എന്താ, ബിഫോർ യു സെൻഡ് ആൻ ഇമെയിൽ മെസ്സേജ് ആസ്ക് യുവർ സെൽഫ് വുഡ് ഐ സേ ദിസ് ഇസ് ടു പേഴ്സൺസ് ഫേസ്. അതായത് നമ്മൾ ഈ മെയിൽ സെൻഡ് ചെയ്തതിന് മുന്നേ തന്നെ ആർക്കാണോ ഇത് അയക്കുന്നത് അവരുടെ ആ ഒരു അവർ വായിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ മെസ്സേജ് കിട്ടുമ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. കാം ഡൗൺ ബിഫോർ റെസ്പോണ്ടിങ് ടു എ മെസ്സേജ് ദാറ്റ് ഓഫൻസ് യു. ഇനി നമുക്ക് എതിരായിട്ടൊരു മെസ്സേജാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെങ്കിൽ വളരെ കൂളായിട്ട് മാത്രമേ അത് ഡീൽ ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് അതേപോലെ തന്നെ വൺസ് യു സെൻഡ് ദ മെസ്സേജ് ഇറ്റ് ഈസ് ഗോൺ. ഒരിക്കൽ നമ്മൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്ത് പോയി കഴിഞ്ഞു, എന്നിട്ട് അത് നമ്മൾ സെൻഡ് ചെയ്തതിന് വീണ്ടും നമ്മൾ റീഡ് യുവർ മെസ്സേജ് ട്വൈസ് ബിഫോർ സെൻഡ് ഇറ്റ് ആൻഡ് അസ്യൂം ദാറ്റ് യു മേ ബി മിസ് ഇൻ്റർപ്രിറ്റഡ് വെൻ പ്രൂഫ് റീഡിങ്. നമ്മൾ വീണ്ടും വീണ്ടും ഇത് വായിക്കുമ്പോൾ നമ്മളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതിലുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫ്ലെയിമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് ദ ആക്ട് ഓഫ് പോസ്റ്റിംഗ് ഓർ സെൻഡിങ് ഒഫെൻസീവ് മെസ്സേജസ് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ മറ്റൊരു വ്യക്തിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മെസ്സേജസ് സെൻഡ് ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത്, ഫ്ലെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ആഡ് ഡിസ്ക്ലെയിമേഴ്സ് ടു ഇൻ ഇമെയിൽസ്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു പരിധിവരെ കമ്പനീനെ ലയബിലിറ്റിയിൽ നിന്നൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ഒരു ബാധ്യത വരുത്തി വെക്കാത്ത രീതിയിൽ കറക്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് മെയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മുകളിലായിരിക്കും പിന്നീട് ഒരു കേസ് പോലും ഫയൽ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചെക്ക് യുവർ ഇൻബോക്സ് ജസ്റ്റ് ബിഫോർ യു ലീവ് ഓഫീസ്. എല്ലായ്പ്പോഴും നമ്മൾ ഓഫീസിൽ നിന്ന് വിട്ടു പോരുന്ന സമയത്ത് നമ്മുടെ ഇമെയിലൊക്കെ എപ്പോഴും എൻ്റെ ഇൻബോക്സിൽ എന്തെങ്കിലും വന്ന് കിടക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് നമ്മൾ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരുപാട് മെസ്സേജ് ഇങ്ങനെ കുന്നുകൂടി വരികയാണെന്ന് വെച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധിച്ചോളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതിനും നമ്മൾ ഉത്തരം കൊടുക്കാനും ലേറ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അൺപ്രൊഫഷണൽ ആയിട്ടാണ് പറയുക. നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡൂസിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ, ഡോൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡു നോട്ട് കോപ്പി എ മെസ്സേജ് ഓർ അറ്റാച്ച്മെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ. അവരുടെ അനുവാദമില്ലാതെ ഡു നോട്ട് കോപ്പി, ഏതെങ്കിലും ഒരു മെസ്സേജ് കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം കൂടെ അറ്റാച്ച് ചെയ്ത് വിടുകയോ വേറൊരു യൂസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ആ വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും അവരുടെ മെസ്സേജോ അവരുടെ അറ്റാച്ച്മെൻറ്റോ ഒന്നും അതിനോട് വേറൊരു വ്യക്തിക്ക് സെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഡു നോട്ട് യൂസ് ഇമെയിൽ ടു ഡിസ്കസ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ഇനി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഏത് യൂസ് ചെയ്യരുത്, ഇമെയിൽ യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നെവർ റെസ്പോണ്ട് ഇഫ് യു ആർ അപ്സെറ്റ്. നമ്മുടെ മൈൻഡ് സെറ്റ് ശരിയല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്ന ഒരു ഇമെയിലിനൊന്നും ഒരിക്കലും നമ്മൾ റിപ്ലൈ കൊടുക്കരുത്. അങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മൈൻഡ് എപ്പോഴും കൂൾ ആൻഡ് കാമായിരിക്കുമ്പോഴാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഡോണ്ട് അറ്റാച്ച് അൺനെസസറി ഫയൽസ്. ഇനി അയക്കുന്ന മെയിലിനോടൊപ്പം അനാവശ്യമായിട്ടുള്ള വല്ല മെയിലോ കാര്യങ്ങളോ ഫയലുകളോ ഉണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് അയക്കരുത്. കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഓവർലോഡായിട്ട് അത് അൺപ്രൊഡക്റ്റീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഡോണ്ട് ഫോർഗെറ്റ് ടു അറ്റാച്ച് ഡോക്യുമെൻറ്റ്സ്. ഇനി ചില സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇതിനോട് അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടി വരുന്ന സമയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഏത് ഡോക്യുമെൻ്റാണ്, എവിടേക്കാണ്, എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് അതേപോലെ തന്നെ ചെയ്യാനാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് നെവർ യൂസ് സർക്കാസം ഓർ റൂഡ് ജോക്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഒരിക്കലും ഒരു മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്ന തരത്തിലുള്ള തമാശകളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവരുത് എന്നുള്ളതാണ്, ആ ഒരു മെയിലിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്.
അതേപോലെ ഡോണ്ട് സെൻഡ് ഇമോഷണൽ ഇമെയിൽസ്. ഒരിക്കലും വേറൊരാൾക്കാരെ ഇമോഷണൽ ആക്കുന്ന തരത്തിലുള്ള ഇമെയിലുകൾ സെൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നമ്മൾ മാറ്റി വെക്കണം എന്നാണ് പറയുന്നത്. ഇഫ് യു ഫീൽ ഇമോഷൻ ഗൈഡിങ് ഹൗ യു ആർ റൈറ്റിംഗ് യുവർ ഇമെയിൽ, പുട്ട് യുവർ മെസ്സേജ് ഇൻ ടു ദ ഡ്രാഫ്റ്റ് ആൻഡ് റിവ്യൂ ഇറ്റ് ലേറ്റർ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഡ്രാഫ്റ്റിലിട്ട് വെച്ചിട്ട് പിന്നീട് ഒന്നും കൂടി റിവ്യൂ ചെയ്യുക, എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുള്ളത്. ബെറ്റർ റെസ്പോൺസസ് വിൽ കം വൺസ് യു ആർ നോ ലോങ്ങർ അപ്സെറ്റ് ആൻഡ് യു ഹാവ് ടൈം എക്സ്പ്രസ് യുവർ സെൽഫ് ഇൻ എ പ്രോപ്പർ മാനർ. നമ്മൾ എപ്പോഴാണോ മൈൻഡ് സെറ്റായിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് അതിൻ്റെ റിപ്ലൈ നമ്മൾ കൊടുക്കാവുള്ളൂ. ഡു നോട്ട് റൈറ്റ് ഇൻ ക്യാപിറ്റൽസ്. എപ്പോഴും പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണിത്. ദിസ് ക്യാൻ ബി ഹൈലി അനോയിങ് ആൻഡ് മൈ ട്രിഗർ ആൻ അൺവാണ്ടഡ് റെസ്പോൺസ് ഇൻ ദ ഫോം ഓഫ് എ ഫ്ലെയിം മെയിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്ലെയിം മെയിലിനെ പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്യാപിറ്റൽസ് യൂസ്. നെവർ സെൻഡ് എനി ഇമെയിൽ വിത്ത് ടെക്സ്റ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്ത് ഒരിക്കലും ഒരു ഇമെയിൽ ചെയ്യരുത്. ഡു നോട്ട് ഓവർ യൂസ്. ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന മാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ എപ്പോഴും ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഡു നോട്ട് ഓവർ യൂസ് റിപ്ലൈ ടു ഓൾ. എന്താണ്? ഓൺലി യൂസ് റിപ്ലൈ ടു ഓൾ ഇഫ് യു ആർ റെഡിലി നീഡഡ് യുവർ മെസ്സേജസ്. നമ്മുടെ മെസ്സേജസ് പെട്ടെന്ന് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രം പെട്ടെന്ന് റിപ്ലൈ ചെയ്യുക. ബി സീൻ ഈച്ച് പേഴ്സൺ ഹൂ റിസീവ്ഡ് ദ ഒറിജിനൽ മെസ്സേജ്. ആരാണോ ഒറിജിനൽ മെസ്സേജ് റിസീവ് ചെയ്ത ആള് അവർക്ക് തന്നെ കറക്റ്റ് തന്നെ റിപ്ലൈ കൊടുക്കുക. അല്ലാണ്ട് റിപ്ലൈ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതിന് പകരം അങ്ങനെ നമ്മൾ റിപ്ലൈ ചെയ്യുമ്പോൾ അത് പല അനാവശ്യമായ ആളുകളിലേക്ക് പോലും എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ആരാണോ നമുക്ക് ഇങ്ങോട്ട് മെയിൽ ചെയ്ത് അവർക്ക് മാത്രമായി തന്നെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാനാണ് പറയുന്നത്. ഡു നോട്ട് യൂസ് അബ്രിവിയേഷൻസ് യൂസ് ചെയ്യുക പറഞ്ഞാൽ ഈ ചെറിയ നമ്മൾ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യില്ലേ, അപ്പോൾ അത് എപ്പോഴും അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ബിസിനസ് ഇമെയിൽ ആണെന്ന് ഒരിക്കലും നമ്മൾ അബ്രിവിയേഷൻസ് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും വളരെ ഷോർട്ടായിട്ടാണ് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നത് അല്ലേ. പ്ലീസ് എന്ന് പറയുന്നതൊക്കെ PLS-ഉം PLZ ഒക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് ഫോംസ് ഒന്നും യൂസ് ചെയ്യരുത്. അതുപോലെ BTW, ബൈ ദ വേ, അല്ലെങ്കിൽ LOL, ലോഫ്, ഔട്ട് ലൗഡ്, അങ്ങനെയുള്ള ദ സെയിം ഗോസ് ഫോർ ഇമോഷൻസ് സച്ചാസ്. അതേപോലത്തെ ഇമോഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മെയിൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇമെയിൽ എറ്റിക്വിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇമെയിൽ മര്യാദകളുടെ ഭാഗമായിട്ട് ചെയ്യരുതാത്തതും ചെയ്യേണ്ടതും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതൊരു എസ്സേ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ, കാരണം ഇത്രയും പോയിന്റുകൾ ഉള്ളത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡൂസ് എത്ര പോയിന്റ് ഉണ്ട്? നമ്മളൊരു 14 പോയിന്റോളം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഡോൺസ് എന്ന് പറഞ്ഞ് ചെയ്യരുതാത്ത കാര്യങ്ങളെക്കുറിച്ചും നമുക്കൊരു 10 പോയിന്റോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വളരെ ചെറിയ ഒറ്റ ടോപ്പിക്ക് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരിനെ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനി വരുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടാനും നോട്ടിഫിക്കേഷൻസൊക്കെ വരണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൺ തന്നെ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ തന്നെ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതൊരു മെസ്സേജ് ആയിട്ട് അവിടെ അതേ സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താനൊക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്